ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു പെറ്റി വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഈ പെട്ടിയായി ഇരിക്കുന്ന കണ്ടാൽ തന്നെ മനസ്സിലായി കാണും ഇതൊരു വാട്ട് ഇസ് ഇൻ മൈ ഹോസ്പിറ്റൽ പെട്ടി വ്ളോഗാണെന്ന്. സോ നമുക്ക് വ്ളോഗിലേക്ക് കിടക്കുന്നതിന് മുന്നേ എനിക്ക് ഈ പെട്ടിയെപ്പറ്റി രണ്ട് വാക്ക് സംസാരിക്കാനുണ്ട്. അപ്പോൾ ഈ പെട്ടി എന്ന് പറഞ്ഞാൽ പ്രഭുവിൻ്റെ പെട്ടിയാണ്. ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് ട്രാവൽ ചെയ്തപ്പോഴൊക്കെ കൂടെ വന്ന ഒരു പെട്ടിയാണ്. ഒരുപാട് രാശിയുള്ള പെട്ടിയാണ്. എവിടെയൊക്കെയോ പോയിരിക്കുന്നതെന്ന് അറിയോ? മലേഷ്യ, വിയറ്റ്നാം, കാശ്മീർ, അങ്ങനെ 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 ഒരുപാട് ജേർണീസിൽ നമ്മുടെ കൂടെ വന്നിട്ടുള്ള പെട്ടിയാണ്. നൗ അഗെയിൻ അടുത്തൊരു ജേണിക്ക് ഉള്ള തുടക്കത്തിനായി നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ അപ്പോഴും ഈ പെട്ടി തന്നെയാണ് കൂടെ വരുന്നത്. അപ്പോൾ ഇതൊരു ടിപ്പിക്കൽ വാട്ട് ഈസ് ഇൻ മൈ ഹോസ്പിറ്റൽ ബാഗ് സംഭവം അല്ല. അങ്ങനെ പറയാൻ കാരണം ഞാൻ ചില വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരുപാട് സാധനമൊക്കെ തിക്കി നിറച്ച് കൊണ്ടുപോകുന്ന കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ അത്രയും സാധനങ്ങളൊന്നുമില്ല, ഒരുപാടൊന്നും വാങ്ങി കൂട്ടിയിട്ടില്ല. ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ കുറേയൊക്കെ തരുമെന്നാണ് പറഞ്ഞത്. ബാക്കിയൊക്കെ ആവശ്യം അനുസരിച്ച് നമ്മൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ച്. എന്നാലും കുറച്ച് സാധനങ്ങളൊക്കെ കാണിച്ചു തരാം ഗൈസ്. കം ഓൺ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇതൊക്കെ ഞാൻ നേരത്തെ കുറച്ച് എടുത്തു വെച്ചതാണ്. അതിനു മുന്നേ ഈ പെട്ടിയുടെ അടുത്ത കഥ എന്താ വെച്ചാൽ, ഈ പെട്ടിയായിട്ട് ഞാൻ ഒരു 3 പ്രാവശ്യം ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങാൻ പോയി. വേറെ ഒന്നുമല്ല, എനിക്ക് ചെറിയൊരു ഫോൾസ് പെയിൻ പോലെയൊക്കെ തോന്നിയായിരുന്നു. അപ്പോൾ ഇതാണെന്ന് വിചാരിച്ച് പാക്ക് ചെയ്തു ഫസ്റ്റ്. അപ്പോൾ അന്ന് ബേബിയുടെ ക്ലോത്ത്സ് അങ്ങനെ എല്ലാം ഒന്നും വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അങ്ങനെ വന്നപ്പോഴേക്കും കിട്ടിയതൊക്കെ പെട്ടെന്ന് പാക്ക് ചെയ്തു. എൻ്റെ മമ്മിയാണെങ്കിലും മമ്മിയുടെ സാധനങ്ങളും പ്ലേറ്റും ജീപ്പും സോപ്പും ഒക്കെ എടുത്ത് മറ്റേ ബിന്ദു പണിക്കർ ഓടത്തില്ലേ, CID മ്യൂസിയമില്ല, അതുപോലെ കിടന്ന് ഓടി ശടപടയെന്ന് ആ ദിവസം പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. 2 ആഴ്ച മുന്നേ കേട്ടോ. അതിനുശേഷം ആ ദിവസമായിരുന്നു ഞാൻ ശരിക്കും ബേബിയുടെ ക്ലോത്ത് കുറച്ച് കൂടി കഴുകാനുണ്ടായിരുന്നത് കഴുകിക്കൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് പിന്നെ ഒന്നും നടന്നില്ല, പോകേണ്ടി വന്നില്ല. അത് കഴിഞ്ഞൊരു ആഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെയും ഒരു ഫോൾസ് ക്രാംസ് പോലെ ഇങ്ങനെ തോന്നി. അപ്പോൾ ഞാൻ പിന്നെയും ഈ മാറ്റി വെച്ച പെട്ടി പിന്നെയും എടുത്ത് അന്ന് കഴുകി ഉണക്കിയിട്ട ഡ്രസ്സൊക്കെ പിന്നെയും എടുത്ത് കയറ്റി പാക്ക് ചെയ്ത് സെറ്റാക്കി. അങ്ങനെ പിന്നെ ഒരു തവണയും കൂടി ഞാൻ ഈ പെട്ടി എടുത്ത് നിന്നു പോകാനായിട്ട്. പക്ഷേ ഭാഗ്യത്തിനൊന്നും സംഭവിച്ചില്ല. ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, ആദ്യം തന്നെ ഇത് മീഷോന്ന് വാങ്ങിയ ഒരു ബാഗാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ 3 പൗച്ചസ് ആയിട്ട് വരുന്നുണ്ട്. അതൊരു 150 റുപ്പീസിന് നല്ല വർത്തി ആയിട്ടാണ് തോന്നിയത്. നല്ല അത്യാവശ്യം കപ്പാസിറ്റി ഉണ്ട്. പക്ഷേ നമ്മുടെ ചീപ്പ് സോപ്പ്, സാനിറ്റൈസർ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത്. പിന്നെ അതിൻ്റെ കുഞ്ഞിതിൽ എൻ്റെ മോയ്സ്ചറൈസർ, പൊട്ട്, ഐലൈനറും കൺമഷിയൊക്കെ എടുത്തിട്ടുണ്ട്, വെറുതെ സമയം കിട്ടിയ ലുക്കാവാതെ. പിന്നെ ലിപ്സ്റ്റിക്ക്, അതില്ലാതെ പറ്റില്ല, പക്ഷെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനം ആയതുകൊണ്ട് എടുത്ത്. പക്ഷെ ഒരു സാധനം നമ്മൾ ഒഴിവാക്കി. സ്പ്രേ അല്ലെങ്കിൽ അത്ര ഒന്നും നമുക്കിനി യൂസ് ചെയ്യാൻ പറ്റില്ല, ആ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം കുറച്ച് ഒരുക്കത്തിൻ്റെ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ ഇതിനകത്താണ്. പിന്നെ ഉള്ളത് ബേബിയുടേത് ഇതുപോലെ സ്വാഡ് ക്ലോത്തുമാണ്. റിസീവിങ് ടവൽ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടുന്നതാണ് പറഞ്ഞത്. അപ്പോൾ അതിന് സ്പെഷ്യലായിട്ട് എടുത്തില്ല. പിന്നെ ഇങ്ങനെ കെട്ടുടുപ്പ്, ഇത് ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചെന്ന് തോന്നുന്നു. ഇങ്ങനെ ഫുൾ കൈ ഉള്ള സാധനങ്ങളാണ് എടുത്തേക്കുന്നത്. ആക്ച്വലി ഇതൊന്നും ഇട്ട് കൊടുക്കാൻ എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിക്കാമെന്ന് പറഞ്ഞ സാധനം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിയതാണ്. ഒരു പൂവൊക്കെ വന്നിട്ടൊരു ഗേളിൻ്റെ പോലത്തെ ഡ്രസ്സാണ്, പക്ഷെ ഞാൻ അത് വാങ്ങി. പിന്നെ നമുക്ക് ഇതുപോലത്തെ വൈറ്റ് കെട്ടുടുപ്പ്. പിന്നെ എൻ്റെ ഒരു 2-3 ഫ്രണ്ട് ഓപ്പൺ നൈറ്റീസ്, പിന്നെ അഡൽട്ട് ഡയപ്പർ, ഇന്നർ ഗാർമെൻറ്റ്സ്, പിന്നെ ബേബിയുടെ ഇതൊക്കെ മിറ്റൻസും സോക്സും. അതിന് പിന്നെ ഒരു ബേബി ബാഗ് ഞാൻ വാങ്ങിയായിരുന്നു ആമസോണിൽ നിന്ന്.
ഇത് മതേർലി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ. പക്ഷേ സ്ഥലമൊക്കെ അത്യാവശ്യം ഉണ്ട്. ഇറ്റ് കംസ് വിത്ത് എന്താണ് ഡയപ്പർ ചേഞ്ചിങ് പാഡനോ, പിന്നെ ഒരു പൗച്ചും ഇതിൻ്റെ കൂടെ കിട്ടും. അതെന്തിനാണെന്ന് എനിക്കറിയില്ല, കുപ്പിയും എല്ലാം വെക്കാനായിരിക്കും. ഇത്രയും സ്ഥലം ഉണ്ട്. ബേബീസിന് ശരിക്കും ഇത് മതി. പക്ഷേ ഇതിനെക്കാട്ടി നല്ലതായിട്ട് ഒരു കുതിരയുടെയൊക്കെ പടമുള്ള സ്കൂൾ ബാഗ് ടൈപ്പ് ഒരു സാധനമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതാണ് കുറച്ചും കൂടി സ്പേഷ്യസ്. ആ അമൗണ്ടിന് സ്പേഷ്യസ് ആയിട്ടുള്ള ബാഗ് അതായിരിക്കും ഇതിനെക്കാട്ടി. ഇത് കാണാൻ രസമുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെയാണ്, നമുക്ക് സ്കൂൾ ബാഗ് പോലെ ഇങ്ങനെ ഇടാം. ശരിക്കും വൺ സൈഡായിട്ട് ഇടാൻ പറ്റും. അതാണ് ഞാൻ ഇത് വാങ്ങിയത്. എനിക്ക് സ്കൂൾ ബാഗ് ടൈപ്പ് വേണ്ടാത്തതുകൊണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ആ സ്കൂൾ ബാഗ് ടൈപ്പാണ് കുറച്ചും കൂടി സ്പേഷ്യസ്. നല്ലത് അതായിരിക്കും. പിന്നെ നമുക്കുള്ളത് അഗെയിൻ ഇവിടെ ഇങ്ങനത്തെ തുണികളാണ് റാപ്പ് ചെയ്യാനുള്ളത്. ഇത്ര അധികം വേണോ എനിക്കറിയില്ല. പിന്നെ വൈപ്പ് ചെയ്യാനുള്ളത് ബേബി ഡയപ്പർ, പിന്നെ ഇങ്ങനത്തെ ചെറിയ ക്ലോത്ത്സ്, ബേബ് ക്ലോത്ത്സ് ആയിട്ടോ വൈപ്പ് ചെയ്യാനോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ആൻഡ് കഴിഞ്ഞോ. പിന്നെ വൈറ്റ് തുണികളും എടുത്തിട്ടുണ്ട്. അത് അവിടെ അത്ര യൂസ് വരില്ല ഹോസ്പിറ്റലിൽ, എന്നാലും ഒരു സേഫ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതും കൊണ്ടുപോകുന്നുണ്ട്, ഫീഡിങ് ബില്ലും. അടുത്തത് എൻ്റെ ഒരു പുറത്തിടുന്ന ഒരു ഡ്രസ്സ്, അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ അങ്ങനെ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് വെറ്റ് വൈപ്സ് കാണാനില്ല അതിനകത്ത്. വെറ്റ് വൈപ്സ് എവിടെയാണോ എന്തോ, വാങ്ങിയില്ലേ, ഓർമ്മയില്ല ഗൈസ്. അങ്ങനെ എന്തൊക്കെയോ വിട്ടുപോയിട്ടുണ്ട്. ഇനി വാങ്ങിക്കാത്ത സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ സെബാമെഡിൻ്റെ ഒരു സോപ്പും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ബേബിയുടെ പെട്ടിയിലുള്ളത്. ഇനി റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ എൻ്റെ ഹാൻഡ് ബാഗിൽ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ചെറിയൊരു പെട്ടി വീഡിയോ. അപ്പോൾ നമുക്ക് പെട്ടിയുമായി പോയി കുട്ടിയുമായി വരാം. സോ വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വ്ളോഗ്. Until then, bye bye.